ഹായ് ബച്ചേ, നമുക്കിന്ന് നമ്മുടെ താലീമി സർഗർമി നോക്കാം കേട്ടോ. മേരാഗർ എന്നുള്ള പാഠഭാഗം നമ്മളെല്ലാവരും പഠിച്ചവരാണല്ലേ, പഠിച്ചില്ലേ? നൂരിയുടെ വീടിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. നമുക്കും നമ്മുടെ വീടിനെക്കുറിച്ച് അതുപോലെ പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് എന്ന് നോക്കാം. നോക്കൂ, ബച്ചോ മേരാ ഘർ ഔർ സേ പഠിയേ ഓർ സവാലോं के ജവാബ് ദീജിയേ. എന്താ പറഞ്ഞത്? മേരാ ഘർ എന്നുള്ള പാഠഭാഗം നന്നായി ശ്രദ്ധയോടെ വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ സവാൽ എന്താ? നൂരി കി ഘർ മേ കോൻ കോൻ ഹേ. നൂരിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നൂരിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നമുക്കറിയാം, ഈ കോൻ കോൻ എന്നുള്ളതാണ് ഇതിലെ ചോദ്യപദം അല്ലേ. അപ്പോൾ ആരൊക്കെയുണ്ട് നൂരിയുടെ വീട്ടിൽ? അബ്ബയുണ്ട്, പിന്നെ അമ്മിയുണ്ട്, പിന്നെ ദാദാ ദാദി, പിന്നെ ബഡാബായി അല്ലേ. നമ്മുടെ പാഠഭാഗത്തിലുണ്ട് കേട്ടോ അതൊക്കെ. ഓർ ചോട്ടി ബഹൻ ഹേ. അല്ലേ. അപ്പോൾ നമ്മൾ ചോദ്യപദത്തിന് മുന്നിലുള്ളത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നൂരി കെ ഗർമേ. പിന്നെയാണ് നമുക്ക് ഡാഷ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ അബ്ബ, അമ്മി, ദാദാ ദാദി, ബഡാബായി ഓർ ചോട്ടി ബഹൻ ഹേ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. നൂരിയുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, ഏട്ടൻ, അതുപോലെ തന്നെ അനുജത്തി എന്നിവരൊക്കെ ഉണ്ട്. അടുത്ത ചോദ്യം, നൂരി കാ ഗർ കൈസാ ഹേ. എന്താ ഈ കൈസ? അതെ, എങ്ങനെ അല്ലേ, എങ്ങനെയുള്ളതാണ് നൂരി കാ ഘർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ചോദ്യപദം കൈസയാണെന്നറിയാം. നമ്മൾ ചോദ്യപദത്തിന് മുന്നിലുള്ളത് അതുപോലെ എഴുതുന്നു. നൂരി കാ ഘർ, നൂരി കാ ഘർ അല്ലേ. ശേഷമുള്ള ഹേയും അതുപോലെ എഴുതുന്നുണ്ട്. എങ്ങനെയുള്ള വീടാണെന്നാണ് പറഞ്ഞത്? ചോട്ട അല്ലേ, ചെറുതാണെന്നാണ് പറഞ്ഞത്. ഓർക്കുന്നില്ലേ നിങ്ങൾ? അപ്പം നൂരി കാ ഘർ ചോട്ട ഹേ. ഇതാണ് ഇതിൻ്റെ ഉത്തരം. നമുക്കപ്പോൾ ഇത് എവിടെയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് എന്നും കൂടി ഒന്ന് നോക്കാം അല്ലേ. ഉണ്ടോ? ഇവിടെ നമ്മുടെ നൂരി പറയുന്നുണ്ട് മേരെ ഘർ മേ അമ്മി ഓർ അബ്ബാ ഹേ, ബഡാബായി അല്ലേ, ചോട്ടി ബഹൻ, ദാദാ ഓർ ദാദി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആ ഉത്തരം എഴുതിയത്. അതേപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് മേരാ ഘർ ചോട്ടാ ഹേ. നിങ്ങൾക്കറിയാം ഇതൊക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബച്ചോ, നമ്മുടെ അടുത്ത സവാൽ എന്താണെന്ന് നോക്കാം. ബച്ചോ ജോസഫ് और सोनी नूरी के कमरे में है, नूरी अपने कमरे के बारे में कहने लगी. എന്താ പറഞ്ഞ? ബച്ചോ കുട്ടികളെ, ജോസഫും സോനിയും നൂരിയുടെ കമ്രേ എന്ന് പറഞ്ഞാൽ എന്താ? മുറി, റൂമിലാണ്. നൂരി അപ്നെ കമ്രേ കെ ബാരേ മേ കഹനെ ലഗി. നൂരി തൻ്റെ റൂമിനെ കുറിച്ച് പറയാൻ തുടങ്ങി. എന്തായിരിക്കും റൂമിനെ കുറിച്ച് പറയുക? ഇതാ അവളുടെ റൂമിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ. റൂമിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. എന്തൊക്കെയുണ്ട് റൂമിൽ? ഒരു കട്ടിലുണ്ട്, അലമാരയുണ്ട്, ക്ലോക്ക് ഉണ്ട്, ഫാൻ ഉണ്ട് അല്ലേ, TV, മേശ, കസേര, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഉറുദുവിൽ പറയാമെന്നറിയണ്ടേ? ഇതിനെയൊക്കെ ഉറുദുവിൽ എന്താ പറയാമെന്ന് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ അതൊക്കെ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ അനുയോജ്യമായ രീതിയിൽ എഴുതി ഇവ പൂരിപ്പിക്കണം. അപ്പോൾ നോക്കാം അല്ലേ. നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇതെന്താ? പങ്ക. പങ്ക എന്ന് പറഞ്ഞാൽ അറിയണ്ടല്ലോ, ഫാനാണ്. ഫാൻ എവിടെയാണ് ഉള്ളത്? അതെ, റൂഫിലാണുള്ളത് അല്ലേ. അടുത്തത് എന്താ? ഗഡിയാണ്. ഗഡി എവിടെ ഉണ്ടാവുക? ചുമരിലാണ് ഉണ്ടാവുക അല്ലേ, നമുക്കറിയാം. അടുത്ത് മേസ്, അതുപോലെ തന്നെ കുർസി. മേസ് മേശ, കുർസി കസേര, പങ്ക ഫാൻ, ഗഡി ക്ലോക്ക്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമ്മുടെ അൽമാരി, അലമാരയെ പറയുന്ന പേരാണ് അൽമാരി. മലയാളത്തിലും ഉറുദുവിലൊക്കെ ഏകദേശം സെയിം തന്നെയാണല്ലേ. അടുത്ത് നോക്കൂ, പലങ്ക്, ഗേന്ത്. പലങ്ക് എന്ന് പറഞ്ഞാൽ കട്ടിൽ, ഗേന്ത് ബോൾ. അപ്പോൾ ഇനി നമുക്ക് ഈ വാചകങ്ങളൊക്കെ ഒന്ന് പൂരിപ്പിച്ച് നോക്കാം അല്ലേ. നോക്കൂ, അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അല്ലേ. കമരേ മേ പലങ്ക് ഹേ, കമരേ മേ പലങ്ക് ഹേ. എന്താ പറഞ്ഞത്? അതെ, റൂമിൽ പലങ്കുണ്ട്, കട്ടിലുണ്ട്. ഇനി അടുത്തത് എന്താ ഉള്ളത് റൂമിൽ? കമരേ മേ എന്താ കാണുന്നത് അടുത്തത് റൂമിൽ? നമുക്കറിയാം, അടുത്തത് കാണുന്നത് അലമാരയാണല്ലേ. ബാക്കി ഫാനും അതുപോലെ തന്നെ ക്ലോക്കും ഒക്കെ വേറെ വേറെയാണ്. ഫാൻ എവിടെയാണ്? മേൽക്കൂരയിലാണ്. അതുപോലെ തന്നെ
ഗഡി നമ്മുടെ ചുമരിലാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാം? അൽമാരി എന്ന് എഴുതാം അല്ലേ, അൽമാരി. അതേപോലെ തന്നെ അടുത്തത് നോക്കൂ. കമ്രേ മേ ഡാഷ് ഔട്ട് ഡാഷ് ഹേ. ഡാഷും അല്ലേ, ഡാഷ് ഔട്ട് ഡാഷ് ഹേ. അപ്പോൾ ഇതിലെന്തായിരിക്കും വരിക? മേസ് ഓർ കുർസി, മേശയും കസേരയും ഉണ്ട്. അടുത്ത ദീവാർ. ദീവാർ എന്ന് പറഞ്ഞാൽ ചുമർ. ചുമരിൽ നമ്മൾ എന്താ കണ്ടത്? അതെ, ഗഡിയാണ് കണ്ടത് അല്ലേ, ക്ലോക്കാണ് കണ്ടത്. അപ്പോൾ ദീവാർ പർ ഗഡി ഹേ. ഇതിൽ ശ്രദ്ധിച്ചോ, കമ്രേ മേം എന്നാണ് ഇവിടെ പറഞ്ഞത്. കമ്രേ മേം എന്ന് വെച്ചാൽ റൂമിനു അകത്ത്. ദീവാർ പർ എന്ന് വെച്ചാൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും അല്ലേ, ചുമരിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ചുമരിൻ്റെ ഓൺ എന്ന് പറയില്ലേ, ആ ഒരു അർത്ഥമാണ് കേട്ടോ ദീവാർ പർ. ഈ മേം എന്ന് പറഞ്ഞാൽ ഇൻ എന്നുള്ള അർത്ഥവും പർ എന്ന് പറയുമ്പോൾ ഓൺ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതേപോലെ തന്നെ അടുത്തത് ചത്ത് പർ. മേൽക്കൂരയിൽ എന്താ കണ്ടത് നമ്മൾ? അതെ, മേൽക്കൂരയിൽ നമ്മുടെ ഫാനാണ് അല്ലേ, ഫാൻ. അപ്പോൾ എന്താ എഴുതുക? പങ്ക. അപ്പോൾ ഇത്രയുമാണ് കേട്ടോ. നോക്കൂ കുട്ടികളെ, അടുത്ത പ്രവർത്തനം ബച്ചോ പഠിയേ ഓർ ലിഖിയേ. എന്താ പറഞ്ഞേ? കുട്ടികളെ വായിക്കൂ, എഴുതൂ എന്നാണ് പറഞ്ഞത്. നോക്കൂ, യേ മേരേ അബ്ബാ ഹേ. ആദ്യത്തെ ഇത് യേ മേരേ അബ്ബാ ഹേ, ഇതെൻ്റെ അച്ഛനാണ്. യേ മേരാ ഭായി ഹേ, ഇതെൻ്റെ സഹോദരനാണ്. യേ മേരാ ഗേന്ദ് ഹേ, ഇതെൻ്റെ ബോളാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഭാഗത്തോ യേ മേരി അമ്മി ഹേ, യേ മേരി ബഹൻ ഹേ, യേ മേരി ടോപ്പി ഹേ. നമുക്കറിയാം ഇതെൻ്റെ അമ്മയാണ്, അതുപോലെ തന്നെ ഇതെൻ്റെ സഹോദരിയാണ്, ഇതെൻ്റെ ടോപ്പിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് പറഞ്ഞതെല്ലാം പുല്ലിംഗത്തിൽ പെടുന്നു. അബ്ബ, ബായി എന്നുള്ളതെല്ലാം, ഗേന്ദ് ഒക്കെ. അതേപോലെ അമ്മി, ബഹൻ, ടോപ്പി എന്നുള്ളതൊക്കെ സ്ത്രീലിംഗത്തിലാണ് പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മേര എന്നും അതുപോലെ തന്നെ ഇവിടെ മേരി എന്നൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മുടെ പൂവൻ കോഴിയുണ്ട്. പൂവൻ കോഴിയെ പറയുന്നത് മുർആയാണ്. അപ്പോൾ നോക്കൂ, യേ മേര മുർആ ഹേ, അതുപോലെ തന്നെ യേ മേരി മുർഇ ഹേ. മനസ്സിലായില്ലേ? ഇനി അടുത്തതോ നമ്മുടെ കാളയാണ്. ഇവിടെ നമ്മുടെ പശുവാണ്. അപ്പോൾ ബൈൽ എന്ന് പറഞ്ഞാൽ കാള, ഗായേ എന്ന് പറഞ്ഞാൽ പശു. നോക്കൂ, അപ്പോൾ ഇവിടെ എന്ത് വരും? യേ മേര അല്ലേ, യേ മേര ബൈൽ ഹേ, അതുപോലെ തന്നെ യേ മേരി ഗായേ ഹേ. അപ്പോൾ നമ്മൾ ബക്കരയുടെ ഓപ്പോസിറ്റാണ് എന്ത്? ബക്കരി അല്ലേ, നമ്മൾ പഠിച്ചത് ബക്കരി. അതുപോലെ തന്നെ മുർആ, മുർഇ. അതേപോലെ ബൈൽ, ഗായേ, അബ്ബ, അമ്മി, ദാദാ, ദായി, ദാദി, അതുപോലെ തന്നെ ബായി, ബഹൻ. അപ്പോൾ ഈ ഓപ്പോസിറ്റുകളും സ്വദ്ദുകളും നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ എവിടെയാണ് മേര ചേർക്കേണ്ടത്, എവിടെയാണ് മേരി ചേർക്കേണ്ടത് എന്ന്. ഇനി അടുത്ത പ്രവർത്തനം. അടുത്തത് വളരെ സിമ്പിളാണ്. താഴെ തന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾക്കെല്ലാം നിറം നൽകണം. അതേപോലെ തന്നെ ഈ ജുംലകളൊക്കെ പൂർത്തിയാക്കണം. അപ്പോൾ ഇതെന്താ? ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. നോക്കൂ, രംഗ് ഭരിയേ, പഠിയേ ഓർ ലിഖിയേ. നിറം കൊടുക്കൂ, വായിക്കൂ, എഴുതൂ. നമ്മുടെ ജൂത്തയാണിത്. ജൂത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൂസ്. അതുപോലെ ജഗ്, ചാബി. അടുത്തത് ചിടിയ, അതേപോലെ ഹൽവ, ഖർഗോഷ് അല്ലേ. അപ്പോൾ നമുക്കിത് എഴുതാൻ പറ്റുമല്ലോ. ഇത് യേ ജൂത്ത ഹേ അല്ലേ. നമ്മളെങ്ങനെ എഴുതുക? യേ ജൂത്ത ഹേ. പിന്നെ അടുത്തത് യേ ജഗ് ഹേ. അടുത്തത് യേ ചാബി ഹേ. അടുത്തത് യേ ചിടിയ ഹേ. അതേപോലെ തന്നെ യേ ഹൽവ ഹേ. അടുത്തത് യേ ഖർഗോഷ് ഹേ. ഇനി നമ്മുടെ ദീഗർ സർഗർമിയാണ്, അതും കൂടി നോക്കാം. बच्चों घरेलू चीज़ों की तस्वीरें जमा कीजिए और जुमले लिखिए. അപ്പോൾ നമ്മുടെ തുടർ പ്രവർത്തനമായിട്ട് നൽകിയിരിക്കുന്നത് ഘരേലു ചീസോം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുപകരണങ്ങളുടെ ചിത്രങ്ങൾ വീട്ടുപകരണങ്ങളുടെ ദീഗർ സർഗർമി ബച്ചോ ഘരേലു ചീസോം കി തസ്വീറേൻ ജമാ കീജിയെ ഓർ ജുംലെ ലിഖിയെ. എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുറേ വീട്ടുപകരണങ്ങൾ പഠിച്ചില്ലേ, അതേപോലെയുള്ള വീട്ടുപകരണങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിക്കുക. എന്നിട്ട് അവയെക്കുറിച്ച് ജുംല തയ്യാറാക്കുക. അപ്പോൾ ഈ കട്ടിലും അലമാരയും ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, അതൊക്കെ വീട്ടുപകരണങ്ങളാണല്ലോ.
അപ്പം അങ്ങനെയുള്ള വസ്തുക്കളുടെയൊക്കെ ചിത്രം ശേഖരിച്ചിട്ട് അവയെക്കുറിച്ച് ജുംല തയ്യാറാക്കുക. അതാണ് ഈ പാഠഭാഗത്തിലെ ദീഗർ സർഗർമി. അപ്പോൾ ഇതോടുകൂടെ ഈ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹുദാ ഹാഫിസ്.